ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് റെയിൽവേയുടെ എക്സാം ഒക്കെ ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ എക്സാമിൻ്റെ പ്രിപ്പറേഷനും നിങ്ങൾ കൃത്യമായിട്ട് നടത്തി പോകുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും റെയിൽവേയുടെ എക്സാംസ് എല്ലാം ക്രാക്ക് ചെയ്യുന്ന എന്ന് ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എല്ലാത്തിനും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സഹായമായിട്ട് മാറും. കാരണം എങ്ങനെ ഒരു സ്മാർട്ട് വർക്കിലൂടെ നിങ്ങൾക്ക് ആ ഒരു മാസ്റ്ററി നേടിയെടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഒരു മാസ്റ്റർ പ്ലാൻ സ്ട്രാറ്റജി ആയിട്ടാണ് ഒരു കീ നോട്ട് എങ്ങനെയാണ് നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരുക. കാരണം എങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും എക്സാംസ് നമുക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചു അല്ലേ, നമുക്ക് 4 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചു. ആ 4 എക്സാം ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ്. കാരണം റെയിൽവേയുടെ ഏകദേശം സെയിം സിലബസ് പാറ്റേൺ ഒക്കെ ആയതുകൊണ്ട് എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു സ്മാർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് ഓഫ് ടാർഗറ്റിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എക്സാം കലണ്ടർ അനുസരിച്ച് ടെൻറ്റേറ്റീവ് ആണ്, അതുകൊണ്ട് ഈ ഒരു ടൈമിൽ തന്നെ മാക്സിമം നടക്കാൻ അവർ നോക്കും. ഇപ്പം 25 to 29 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡേറ്റിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ലാഗ് ഉണ്ടാവുമെങ്കിൽ പോലും നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു ഡേറ്റ് തന്നെയായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് അനുസരിച്ച് തന്നെ അവരെന്ത് ചെയ്യും, എക്സാം നടത്തി പോകും. അപ്പോൾ എന്തായാലും 4 പോസ്റ്റിലേക്കാണ് നമുക്കിപ്പം എന്ത് ചെയ്തിരിക്കുന്നത്, എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സാം ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് നടത്താൻ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏകദേശം ഡിസംബർ 26 വരെയും ടെക്നീഷ്യൻ്റെ ഇതെന്തോന്ന് നമ്മുടെ എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ വിളിക്കാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന RPF കോൺസ്റ്റബിൾ ആയിക്കോട്ടെ, NTPC ആയിക്കോട്ടെ, ഇത് കഴിഞ്ഞിട്ട് എന്തായാലും നടക്കാൻ ചാൻസ് ഉള്ളൂ. അതായത് RPF കോൺസ്റ്റബിൾ ഏകദേശം ജനുവരി തൊട്ട് തന്നെ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കും. കാരണം പിന്നെ SSCയുടെ ഒക്കെ കലണ്ടർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതൊരു എന്ത് ചെയ്യും, റിസ്ക് ആയി പോകും. ഈ 2024 എക്സാം തന്നെ ഇത്രയും ലാഗ് അടിച്ച് നടക്കുന്ന ഒരു ഇഷ്യൂ വരുന്നുണ്ട്. മാക്സിമം അവരെപ്പോൾ തന്നെ നടത്തും, 2024 തന്നെ എന്ത് ചെയ്യും, 2025 തുടക്കത്തോട് തന്നെ എന്ത് ചെയ്യും, എക്സാം നടത്താനായിട്ട് അവർ മാക്സിമം ശ്രമിക്കും കേട്ടോ. അപ്പോൾ RPFൻ്റെ കോൺസ്റ്റബിളിൻ്റെ ഡേറ്റ് ഉറപ്പായിട്ടും ജനുവരി മാസത്തിൽ തന്നെ നടക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. NTPC ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇപ്പോഴായിട്ട് വിളിച്ച് കംപ്ലീറ്റ് ആയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടായിരിക്കും അതെന്ത് ചെയ്യുന്നത്, നടത്താനായിട്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഈ ഒരു ഇത്രയും എക്സാം ആയിക്കോട്ടെ, ഏതൊരു എക്സാം എടുത്താലും ഇപ്പോൾ നമ്മുടെ റെയിൽവേയുടെ ഓരോ എക്സാംസ് എടുത്ത് നോക്കിയാലും എല്ലാത്തിനും വരുന്ന ഒരു കോമൺ എലമെൻ്റ് ഉണ്ട്. ആ കോമൺ എലമെൻറ്റിനെ തേടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, റെയിൽവേയിൽ ഒരു ജോലി നേടിയെടുക്കാൻ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. ഇപ്പം നമുക്ക് ഇപ്പോൾ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ALPക്ക് എത്രയാണ്, ഇനി 35 ദിവസമേ ഉള്ളൂ. പല സ്റ്റഡി പ്ലാൻസ് നിങ്ങൾ നോക്കി എന്ത് ചെയ്യുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും. പല യൂട്യൂബ് ചാനൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് ആയിക്കോട്ടെ, എങ്ങനെയാണ് പഠിക്കുന്നതാണെങ്കിലും ഈ 35 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യണം. പക്ഷേ എന്തൊക്കെയാണ് ചെയ്യാത്തത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ RPF SIക്ക് ആണെങ്കിൽ 40 ദിവസത്തിൻ്റെ ടൈമുണ്ട്, ടെക്നീഷ്യൻ ആണെങ്കിൽ കൃത്യം പറഞ്ഞാൽ 55 ദിവസത്തിൻ്റെ ടൈമുണ്ട്, ജനറൽ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ അല്ലെങ്കിൽ അതർ പോസ്റ്റിങ്ങിന് വേണ്ടിയാണെങ്കിൽ 45 ദിവസത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇതിനേക്കാളും ഒരു 1-2 ദിവസം അഡീഷണൽ ഉണ്ട്. ഈവൻ നമ്മളിപ്പോൾ സൺഡേ ഒക്കെ ഒഴിച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും ഇത്ര ഒരു റൗണ്ട് ഓഫ് ഫിഗർ മാത്രമേ നിങ്ങൾക്ക് ഡേയ്സ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ അത്രയും ഡേയ്സിൽ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, അത് നിങ്ങളുടെയും കൂടെ ഒരു മൈൻഡിൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ചിരിക്കണം. നിങ്ങളുടെ വർക്കിംഗ് സ്ട്രാറ്റജിയും കൂടെ കൃത്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ടൈമിനുള്ളിൽ നിങ്ങളും എങ്ങനെ അത് അച്ചീവ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് റെയിൽവേയുടെ പ്ലാൻ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വിളിച്ചിട്ടുള്ള എക്സാമുകൾ ALP ഉണ്ട്, ജൂനിയർ എഞ്ചിനീയർ ഉണ്ട്, നമ്മുടെ ടെക്നീഷ്യൻ്റെ ഗ്രേഡ് 1, ഗ്രേഡ് 3 പോസ്റ്റ് ഉണ്ട്, RPFൻ്റെ SI കോൺസ്റ്റബിൾ പോസ്റ്റിങ്ങും ഉണ്ട്. ഇത്രയും ഇതാണ് നമുക്കിപ്പോൾ വിളിച്ചിട്ടുള്ള എക്സാംസുകൾ എന്ന് പറഞ്ഞാൽ. ആദ്യം വിളിച്ചതാണ് ALP. നവംബറിൽ നമുക്ക് വെറും കുറച്ച് ദിവസത്തിൻ്റെ ടൈം കൊണ്ട് നമുക്ക് ക്രാക്ക് ചെയ്യാനുള്ള ഒരു എക്സാമിനാണ് ALP എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പറേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയവർ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ. എന്തായാലും നിങ്ങൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് 75 മാർക്കിൻ്റെ 75 ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്, 75 മാർക്ക് തന്നെ. പിന്നെ റെയിൽവേയുടെ പാറ്റേൺ നിങ്ങൾക്കറിയാം, 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്, 1/3 ആണ് കട്ട് ഓഫ് അല്ലേ, 1/3. 3 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് പോവും. ആ ഒരു രീതിക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ALPക്ക് മാത്രമാണ് 1 hour എക്സാമിനേഷൻ വരുന്നത് അല്ലേ, 1 മണിക്കൂർ എക്സാമിനേഷൻ, 75 ക്വസ്റ്റ്യൻസ് വീതം ഉള്ളത് നമ്മുടെ ALPക്കാണ്. ബാക്കി ഇപ്പോൾ ഈ 3 എക്സാംസ് നോക്കിയാലും നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ ആയിക്കോട്ടെ, ടെക്നീഷ്യൻ ആയിക്കോട്ടെ, എന്താണ് നമുക്ക് 100 മാർക്കിനാണ്, 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിനാണ്. എത്ര സമയമാണ്, 1.5 മണിക്കൂർ സമയം ഉണ്ടായിരിക്കും നിങ്ങൾക്ക്, 90 മിനിറ്റ്സ് എന്ന് പറയുന്ന സമയം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇത്രയും എക്സാംസിൻ്റെയും കോമൺ ഗ്രേഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏതൊരു സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 4 എക്സാമും നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും
പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ RPF SAയും കോൺസ്റ്റബിൾക്ക് ഒരേ സിലബസ് ആണ് വരുന്നത് അല്ലേ. RPF SA ആയിക്കോട്ടെ കോൺസ്റ്റബിൾ രണ്ട് പോസ്റ്റിംഗ് ആണ് അല്ലേ, 2 എക്സാമിനേഷൻ ആണ്. SA എന്ന് പറയുന്നത് ഡിഗ്രി ലെവലും കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ 10th ലെവലും. ആ എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് RPF SA ഇത് വരുന്നത് 120 ക്വസ്റ്റ്യൻസ് 120 മാർക്കിനാണ് എന്നുള്ള രീതിക്കാണ്. അപ്പോൾ അവിടെ എത്ര മണിക്കൂർ, 1.5 മണിക്കൂർ തന്നെയാണ് അവിടെ ടൈം ഉള്ളത്. പക്ഷേ നമുക്ക് 120 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. SAയുടെയും കോൺസ്റ്റബിളിൻ്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരേ സെയിം സിലബസ് ഒക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ അവിടെ എന്ത് ചെയ്യുക, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർ SAയ്ക്ക് വേണ്ടിയാണ് പഠിക്കുന്നവരെങ്കിൽ അവരെന്താ മനസ്സിലാക്കേണ്ടത്, അഡ്വാൻസ് മാത്സിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ എന്ത് ചെയ്യും, സീരിയസ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഏതൊരു സബ്ജക്റ്റ് എടുത്തു നോക്കിയാലും കുറച്ചും കൂടെ എന്തായിരിക്കും, കട്ടി കൂടുതലായിരിക്കും ഏതിൻ്റെ പേപ്പർ എന്ന് പറയുന്നത്, SAയുടെ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ SAയുടെ പേപ്പറിന് വേണ്ടിയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ മാത്സിന് എന്ത് കൊടുക്കുക, കുറച്ചും കൂടെ സീരിയസ്നെസ് കൊടുത്ത് അഡ്വാൻസ് പോർഷനും കൂടെ കുറച്ച് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് മതിയാവും. അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, പാസ് ഔട്ട് ആവുകയും ചെയ്യും കേട്ടോ. ആ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കുക. ഇനി ഓരോ എക്സാംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ദേ ഇവിടെ കണ്ടോ, റീസണിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്, ജനറൽ സയൻസ്, GK, ഇത്രയും ടോപ്പിക്സ് തന്നെയാണ്. നമുക്ക് ഇംഗ്ലീഷ് ഇല്ല അല്ലേ. റെയിൽവേയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഇല്ല. ഇംഗ്ലീഷ് ഇല്ലാത്തത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത, ഇംഗ്ലീഷ് ഇല്ല. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യേണ്ട മാർക്ക് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ആൾ ആരാണ്, റീസണിങ് ആണ്. എല്ലാ പേരും സ്കോർ ചെയ്യുന്ന എന്ന് വെച്ചാൽ എല്ലാ പേർക്കും ഇപ്പം എങ്ങനെയാണ് അവരുടെ ലോജിക്കൽ തിങ്കിങ് ആയിക്കോട്ടെ, എല്ലാ പേർക്കും ഒരുപോലെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഏതെന്ന് പറയുന്നത്, റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ റീസണിങ് എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ട് കേട്ടോ. റീസണിങ് എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ട്. 35 മാർക്കാണ് RPFനുള്ളത്, 25 മാർക്കാണ് ടെക് ഗ്രേഡ് 3ക്കുള്ളത്. ടെക് ഗ്രേഡ് 1നാണെങ്കിൽ 15 മാർക്കാണുള്ളത്. റീസണിങ്ങിന് 25 ആണ് ALPക്കും ജൂനിയർ എഞ്ചിന്. ഏകദേശം ടെക് ഗ്രേഡ് 1 ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും അത്യാവശ്യം നല്ല സ്കോറിങ് എവിടെ നിന്ന് തന്നെ കിട്ടും, നിങ്ങൾക്ക് റീസണിങ്ങിൽ നിന്ന് തന്നെ കിട്ടും. പക്ഷേ ആ റീസണിങ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പക്കാ വേയിൽ തന്നെ എന്ത് ചെയ്യുന്നില്ല, മുന്നോട്ട് കൊണ്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറയാൻ ചാൻസും അവിടെയാണ്. നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റിനെയും ബാധിക്കാൻ ചാൻസും ആര് തന്നെയാണ്, റീസണിങ് ആണ്. അപ്പോൾ അതിന് കൃത്യമായ സ്ട്രാറ്റജീസ് നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ റീസണിങ് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പം ടെക് ഗ്രേഡ് 1 എന്ന് പറയുന്നത് നമ്മുടെ സിഗ്നൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നീഷ്യൻ്റെ ഗ്രേഡ് 1 പോസ്റ്റ് ഈ വർഷം തൊട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ഫീൽഡായിട്ട് എടുത്തു മാറ്റി ചെയ്യുന്നതാണ് അല്ലേ. അതെന്ന് പറഞ്ഞാൽ നോർമലി ഗ്രാജുവേറ്റ് പോസ്റ്റിംഗ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ട്, ഒരു ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗും കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റും അഡീഷണലി വരുന്നതാണ്. ബാക്കി എല്ലാ ബാക്കി എല്ലാത്തിൻ്റെയും കാര്യം എടുത്ത് നോക്കുമ്പോൾ ആകെ ഇതിന് മാത്രമേ അങ്ങനെ 2 ടോപ്പിക്സ് അഡീഷണൽ കയറി വരുന്നുള്ളൂ അല്ലേ. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗും കമ്പ്യൂട്ടറും ടെക് ഗ്രേഡ് 1 ടെക്നീഷ്യൻ ഗ്രേഡ് 1 പോസ്റ്റിങ്ങിലാണ് കയറി വരുന്നത്. സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പോസ്റ്റിങ്ങിന് വേണ്ടിയാണ് ഗ്രേഡ് 1 കൊടുത്തിരിക്കുന്നത്. ഗ്രേഡ് 3 ആണ് ആരുടെ പോസ്റ്റിങ്, നമ്മുടെ ITI ട്രേഡ് പഠിച്ചവർക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ ചാൻസ് ആണ്. ട്രേഡ് പഠിച്ചവർക്ക്, ഡിപ്ലോമ പഠിച്ചവർക്കും ഉള്ള ചാൻസ് ആണ് ടെക് ഗ്രേഡ് 3. അവരെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ALP ആയിക്കോട്ടെ, ജൂനിയർ എഞ്ചിനീയർ ആയിക്കോട്ടെ, ടെക് ഗ്രേഡ് 3 ആയിക്കോട്ടെ, നമ്മുടെ RPF SI കോൺസ്റ്റബിൾ ആയിക്കോട്ടെ, എല്ലാവരും ശ്രദ്ധിക്കേണ്ട റീസണിങ് ആണ്. ഫസ്റ്റ് ആ റീസണിങ്ങിൽ അങ്ങ് ബേസ് ഉണ്ടാക്കിയെടുക്കുക. ബേസ് അല്ല, റീസണിങ് അങ്ങ് സെറ്റാക്കി വെക്കുക. എന്നും പറഞ്ഞ് റീസണിങ് സെറ്റായെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റി നിർത്തേണ്ട ഒരു സബ്ജക്റ്റും അല്ല ഏതെന്ന് പറയുന്നത്, റീസണിങ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, റീസണിങ്ങിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കും നമുക്ക് എന്തായാലും കിട്ടുമല്ലോ. പക്ഷേ അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല, സ്പീഡ് ഉണ്ടാവില്ല. നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ റീസണിങ് വിട്ട് കളിക്കാനും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഉദ്ദേശിക്കരുത് കേട്ടോ. അപ്പോൾ റീസണിങ്ങിനും അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞ് വരുന്ന ഒരു സാധനമാണ് നമ്മുടെ മാത്സ് എന്ന് പറയുന്നത്. മാത്സ് കുറേ പേർക്ക്, ഒരു 70% ആൾക്കാർക്ക് എളുപ്പമുള്ള ഒരു സബ്ജക്റ്റും ഒരു 30% ആൾക്കാർക്ക് എത്ര പഠിച്ചാലും എന്ത് ചെയ്യത്തില്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റുമാണ് മാത്സ് എന്ന് പറയുന്നത്. 70% ആൾക്കാർക്ക് എന്താണ്, മാത്സ് സെറ്റാണ്. ആകെ മാത്സ് ആയിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതേസമയം ആ 70% ആൾക്കാർ ചെയ്യുമ്പോൾ ബാക്കി 30% അത് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും നേട്ടം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം എല്ലാ പേരും ചെയ്യുന്ന 2 ഫീൽഡാണ് റീസണിങ്ങും മാത്സും. അതിലെല്ലാ പേർക്കും സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് വളർത്തിക്കൊണ്ട് വരിക. കാരണം മാത്സിന് എല്ലായിടത്തും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. മാത്സിൻ്റെ മാർക്കിങ്, മാത്സ് നമ്മുടെ RPF SI കോൺസ്റ്റബിളിനാണെങ്കിൽ മസ്റ്റാണ്. മാത്സ് 35 മാർക്കുണ്ട്, ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് 25 മാർക്കുണ്ട്, ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്
20 മാർക്കുണ്ട്, മാത്സ് ജൂനിയർ എഞ്ചിനീയറിന് 30, ALPക്ക് 20. ഇങ്ങനെ നോക്കിയാൽ എങ്ങനെ നോക്കിയാലും എന്തുണ്ട്, നമ്മുടെ മാത്സിനും റീസണിങ്ങിനും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഈ റെയിൽവേയുടെ എക്സാമിന് ഏറ്റവും കൂടുതലായിട്ട് തന്നെ കൊടുത്തിട്ടുമുണ്ട്. അതാണെങ്കിൽ അത്യാവശ്യം നല്ല കടുകട്ടി ചോദ്യങ്ങളും ആയിരിക്കും. നിങ്ങളെ കൊണ്ട് അത്യാവശ്യം ബേസ് സെറ്റായവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ. ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇതിനെല്ലാം പുറമെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും വിട്ടുപോകുന്ന ഒരു സബ്ജക്റ്റും നിങ്ങളെല്ലാവരും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു സബ്ജക്റ്റുമാണ് ഏതെന്ന് പറയുന്നത് ജനറൽ സയൻസ്. ഇതേ കണ്ടോ, 20 ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസ് 20 മാർക്കിന് ALP എന്ന് വരുന്നുണ്ട്. ജനറൽ സയൻസ് ജൂനിയർ എഞ്ചിനീയറിന് 30 മാർക്കിന് വരുന്നുണ്ട്. സയൻസ് സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അതുപോലെ ജനറൽ സയൻസ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എങ്ങനെ വരുന്നുണ്ട്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ രീതിയിൽ 35 മാർക്ക് വീതം ചോദിക്കുന്നുണ്ട്. അതിലും എന്ത് തന്നെയാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പ്ലസ് എഞ്ചിനീയറിംഗിന്റെ കുറച്ച് ബേസിക്സും കൂടെ എന്ത് ചെയ്യും, അതിൽ കയറി ചോദിക്കും. അപ്പോൾ GS എവിടെയൊക്കെ ഉണ്ട്, ജനറൽ സയൻസ് ALPയിലുണ്ട്, ജൂനിയർ എഞ്ചിനീയറിലുണ്ട്, ടെക് ഗ്രേഡ് 1 ടെക് ഗ്രേഡ് 3 എത്രയുണ്ട്, 40 മാർക്കിനാണ്. അവിടെ ടെക്നീഷ്യൻ്റെ കാര്യം പഠിക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് ജനറൽ സയൻസ് എന്ന് പറയുന്നത്. അതിൽ മാർക്ക് ഏകദേശം നിങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ, കാരണം നമ്മളിപ്പോൾ GK പഠിക്കുന്ന പോലെ അല്ല ജനറൽ സയൻസ് എന്ന് പറഞ്ഞാൽ, ഒരു മാർക്ക് നമ്മൾ അതിൽ നിന്ന് മേടിക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ബുക്ക് മേടിച്ചു വെച്ച് ജനറൽ സയൻസ് മാത്രം അതിൻ്റെ സിലബസ് മൊത്തം കവർ ചെയ്ത് ആ കണ്ടന്റ് ഒരു ബുക്കിൽ ഒതുങ്ങുന്ന കണ്ടന്റേ ഉള്ളൂ. ആ കണ്ടന്റ് അത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇപ്പം ചോദിക്കുകയാണ് 35-ന് അല്ലെങ്കിൽ ഇപ്പം 40 മാർക്കിന് നിങ്ങൾക്ക് 30+ മാർക്കെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ബേസിക് സയൻസ് എന്ന് പറയുന്നത്. സയൻസ് ഈസിയാണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇപ്പം വേറെ ഏതെങ്കിലും ട്രേഡ് പഠിച്ചവർക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ സയൻസ് ഫീൽഡ് പറ്റാത്തത്. ബട്ട് നിങ്ങൾ മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പം ലൂസൻറ്റിൻ്റെ ബുക്കുകൾ അവൈലബിൾ ആണ്, YCTയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എങ്ങനെ ആയാലും നിങ്ങൾ എങ്ങനെ പഠിച്ചാലും നിങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ഏതാണ്, സയൻസ് സബ്ജക്റ്റാണ്. ഇവിടെ 40 മാർക്കിന് സയൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നോക്കിയേ, GK എന്ന് പറഞ്ഞാണ് ഏതിന് കൊടുക്കുന്നത്, RPF SI കോൺസ്റ്റബിൾ. GK എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ് ആണ് അല്ലേ, ജനറൽ നോളജ് GK എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് RPF SI കോൺസ്റ്റബിളിനാണ്. പക്ഷേ ഈ GKയിൽ ഈ 50 മാർക്കിൽ 25, 25 എന്ന് പറയുന്നത് 25 ജനറൽ സയൻസ് ആണ്. അവിടെ എന്തുണ്ട്, ജനറൽ സയൻസ് ഉണ്ട്. ഇവിടെ 25 മാർക്കിന് ചോദിക്കുന്നു, അവിടെ 20 മാർക്കിന് ചോദിക്കുന്നു, 30 മാർക്കിന് ചോദിക്കുന്നു, 35 മാർക്കിന് ചോദിക്കുന്നു, 40 മാർക്കിന് ചോദിക്കുന്നു. ഏത് തന്നെയാണ്, ജനറൽ സയൻസ് തന്നെയാണ്. അപ്പം ജനറൽ സയൻസിന് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് ഒരു ബുക്കിൽ ഒതുങ്ങുന്ന സാധനം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിൽ നിന്ന് ടോപ്പിക്സ് കണ്ടുപിടിച്ച് പഠിച്ചാലും ഓക്കെയാണ്. പക്ഷേ ജനറൽ സയൻസ് വിട്ടുകൊടുക്കരുത്. നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് റീസണിങ്, മാത്സിലും മസ്റ്റായിട്ട് പറ്റും, ജനറൽ സയൻസിലും മസ്റ്റായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ 3 സബ്ജക്റ്റ് എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് റെയിൽവേയുടെ ഏതൊരു എക്സാം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ലൊരു ആവറേജ് ലെവൽ ഓഫ് മാർക്ക് ഏത് കിട്ടും, ഈ 3 സബ്ജക്റ്റിൽ നിന്ന് തന്നെ കിട്ടും, മാത്സ്, റീസണിങ്, ജനറൽ സയൻസ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കറണ്ട് അഫേഴ്സ് അല്ലെങ്കിൽ GK എന്ന് പറഞ്ഞ സെക്ഷൻ, സ്റ്റാറ്റിക് GK കറണ്ട് അഫേഴ്സ് പോർഷനിൽ നിന്ന് ആകെ 10 മാർക്കേ ALPയിൽ ചോദിക്കുന്നുള്ളൂ. ആ കറണ്ട് അഫേഴ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ മെയിൻ ടോപ്പിക്സുകൾ, അപ്പോയിൻമെന്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബുക്സ് ആൻഡ് ഓതേഴ്സ് ആയിക്കോട്ടെ, മിനിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇത്രയൊക്കെ കവർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് കിട്ടും. അത് അവിടെ ലാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ആദ്യം നിങ്ങൾ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യേണ്ടത് ആ 3 സബ്ജക്റ്റ്, റീസണിങ്, മാത്സ്, ജനറൽ സയൻസ്. ഇവിടെയും കണ്ടോ, ജനറൽ നോളജ് അല്ലെങ്കിൽ GK എന്ന് പറയുന്ന കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് നിന്ന് 15 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, 15 മാർക്ക്. ബാക്കി നമ്മൾ സെറ്റ് ചെയ്താൽ ഇതിൽ നിന്ന് ഒരു 5 മാർക്കും കൂടെ കിട്ടിയാൽ പോലും നമ്മൾ എന്താണ്, സേഫ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്തുണ്ട്, ജനറൽ നോളജ് ഉണ്ട്, GK ഉണ്ട്. എത്രയാണ്, 10 മാർക്കിന്. ഓക്കെ, ഇവിടെ എന്തുണ്ട്, ജനറൽ നോളജ് ഉണ്ട്. എത്ര മാർക്കിന്, 10 മാർക്കിന്. അപ്പം ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ALPക്ക് ആയിക്കോട്ടെ, ജൂനിയർ എഞ്ചിനീയറിന് ആയിക്കോട്ടെ, ജനറൽ നോളജ് അല്ലെങ്കിൽ GK എന്ന് പറയുന്ന സബ്ജക്റ്റിന് വളരെ വാല്യൂ കുറവാണ്. ആ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മറ്റേ കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ ആ 10 മാർക്ക് നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആണ് നമുക്ക്. പക്ഷേ നമ്മൾ പറയുന്നത് എസെൻഷ്യൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് റീസണിങ്, മാത്സ്, ജനറൽ സയൻസ് ആണെന്നുള്ള കാര്യം. അതിൻ്റെ ഫൗണ്ടേഷൻ കൃത്യമായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എന്തിലോട്ട് പോകാവൂ, ജനറൽ നോളജ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിലേക്ക് തിരിയാൻ പാടുള്ളൂ. ബാക്കി ടൈം എല്ലാം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. കാരണം പ്രയോറിറ്റി, നമ്മുടെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏതിനാണ്, ബാക്കി 3 സബ്ജക്റ്റിനാണെന്ന് ആലോചിക്കുക. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഇവിടെ ആയാലും 10 മാർക്കാണ്, ഇവിടെ നമുക്ക് 25 മാർക്കുണ്ട്. അപ്പോൾ RPF SI കോൺസ്റ്റബിൾ പഠിക്കുന്നവർ GK ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. GKയും അതുപോലെ തന്നെ ജനറൽ സയൻസും ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം.
അത് RPF കാര്യമാണ് പറയുന്നത്. RPF പഠിക്കുന്നവരെ ശ്രദ്ധിക്കണം. പക്ഷെ ബാക്കി സബ്ജക്റ്റിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ ഏത് പഠിച്ചാൽ മതി? ഈ പറയുന്ന ജനറൽ സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. അപ്പോൾ ആ ഒരു കൃത്യമായ രീതി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട ടാർഗറ്റുകൾ എന്തൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത്? ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ്, കംപ്ലീറ്റ് ദ സിലബസ് ആണ്. നമുക്കിനി ടൈമില്ല. 50 ദിവസം അല്ലെങ്കിൽ 40 ദിവസം 30 ദിവസമേ ഉള്ളൂ എന്നും പറഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാ പേർക്കും കാണും. കാരണം ഈ പറയുന്ന ഇപ്പോൾ 50 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 40 ലക്ഷത്തോളം ആൾക്കാർ നേരത്തെ പഠിച്ചു തുടങ്ങി എല്ലാം സെറ്റായവരായിരിക്കും. ബാക്കി ഒരു 10 ലക്ഷം ആൾക്കാരായിരിക്കും പിന്നെ തുടങ്ങാനായിട്ടിരുന്നത്. കാരണം ഇത് നേരത്തെ വിളിച്ച ഒരു വാക്കൻസിയാണ്. എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാൻസസ് നിങ്ങൾ എത്രയാണെന്ന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സിലബസ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം. ഇനി അത് നിങ്ങൾക്ക് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ടൈം നിങ്ങൾക്കില്ല. അത്രയും വാസ്റ്റ് ആണ് സിലബസ് എന്ന് പറയുന്നത്. ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് അല്ല. ഒരു 3 മന്ത്സ് ഉണ്ടെങ്കിൽ ഒരു ബേസിക് ഉള്ള ആൾക്കാണെങ്കിൽ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യുമ്പോൾ ഈ നമ്മൾ ബാക്കി ഇപ്പോൾ ഇത്രയും വീഡിയോസ് കണ്ട് നിങ്ങളിപ്പോൾ ഒരുപാട് യൂട്യൂബ് പ്രിഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ വല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലും ഏറ്റവും കൂടുതലായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നത് സെൽഫ് സ്റ്റഡിയാണ്. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ ഒരു ബുക്കോ എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് കണ്ട് അതിൻ്റെ നോട്ട് എഴുതിയെടുത്ത് നിങ്ങൾ എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ പഠിക്കുന്നു എന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. നിങ്ങളുടെ സെൽഫ് സ്റ്റഡി പാറ്റേൺ എങ്ങനെയാണെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ ബാക്കി ഇപ്പം ഒരുപാട് പേര് മാരത്തോൺ ക്ലാസ്സസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം നമ്മളായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇപ്പം മാരത്തോൺ ക്ലാസ്സസ് തരുന്നു അല്ലെങ്കിൽ റിവിഷൻ ക്ലാസ്സസ് തരുന്നു. അതൊക്കെ ഒരു എത്ര മണിക്കൂർ, നിങ്ങളൊരു 2 or 3 hours സ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനം, ഒരു 5 hours സ്പെൻഡ് ചെയ്യുന്നതാണ് നിങ്ങൾ യൂട്യൂബിലെന്ന് വിചാരിച്ചത്. പക്ഷെ ബാക്കി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ആ ബാക്കിയുള്ള ടൈം നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം എങ്ങനെ പഠിക്കണമെന്നുള്ളത് നിങ്ങളായിട്ട് സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യം റിവൈസ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്നതാണ്. അത് കൃത്യമായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് എത്രയൊക്കെ സെൽഫ് സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ പോലും ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങളുടെ കയ്യിലാണ് ആ ഒരു സ്റ്റഡി പ്ലാൻ ഇരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനത്തെ രീതിയിൽ നിങ്ങൾ പഠിച്ചാലാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം നിങ്ങൾക്കാണ് ഉറപ്പ് വരേണ്ടത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം ഡൂസ് എന്ന് പറയുന്നത് സ്പീഡ് പ്രാക്ടീസ്. ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ട സബ്ജക്റ്റ് മാത്സ്, റീസണിങ്. അതിൽ തന്നെ എന്താണ്? സ്പീഡാണ്. കാരണം എന്തുകൊണ്ട്? നിങ്ങളിപ്പോൾ മാത്സ് റീസണിങ്ങിൽ സെറ്റായ ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ട സബ്ജക്റ്റ് നിങ്ങളുടെ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ആ കണ്ടിന്യൂവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ? സ്പീഡ് കിട്ടത്തുള്ളൂ. ആ സ്പീഡ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എക്സാംസ് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടാവണം. മാത്സ് റീസണിങ്ങിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ അതിൽ ഏകദേശം ഫുൾ മാർക്ക് മേടിക്കാൻ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് പഠിച്ചോണം. ആ മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ബാക്കി പോയാലും നമുക്ക് സങ്കടം ഉണ്ടാവാതിരിക്കുള്ളൂ. അപ്പോൾ സ്പീഡ് പ്രാക്ടീസ് മസ്റ്റാണ്. റീസണിങ്ങിനൊക്കെ നമുക്ക് ടൈം ഇങ്ങനെ പെട്ടെന്ന് പോകും. ആ ടൈം പോവാണ്ട് എത്രയും പെട്ടെന്ന് കാൽക്കുലേഷൻ സ്പീഡൊക്കെ ഉണ്ടാക്കിയെടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി മൾട്ടിപ്പിൾ മോക്ക് ടെസ്റ്റ് ഡെയിലി ചെയ്യണം. മോക്ക് ടെസ്റ്റ് ആണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. ആ മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലാസ്റ്റ് 1 month അല്ലെങ്കിൽ 2 month ടൈമിൽ മോക്ക് ടെസ്റ്റ് ചെയ്യാത്ത ഒരാൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഒരിക്കലും നമുക്ക് നമ്മുടെ മെയിൻ എക്സാമിനേഷന് ചെന്നിരുന്ന് വർക്കൗട്ട് ആവത്തില്ല. അവർക്ക് ഒരു കാര്യവും വർക്കൗട്ട് ആവത്തില്ല. ആ കാര്യം എന്തായാലും നിങ്ങൾ ചിന്തിച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മൾട്ടിപ്പിൾ മോക്ക് ടെസ്റ്റുകൾ ഡെയിലി, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഡൂസ് എന്ന് പറയുന്നത്. സെൽഫ് സ്റ്റഡി ചെയ്യുക, സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, സ്പീഡ് പ്രാക്ടീസ് ചെയ്യുക, കാരണം കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് മൾട്ടിപ്പിൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ടാർഗറ്റ് എന്താണ്? എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് വേസ്റ്റിംഗ് യുവർ ടൈം. നിങ്ങൾ ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്ത് കളയരുത്. കാരണം ഇങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പം ഫോണിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്ത് സ്പെൻഡ് ആയിക്കോട്ടെ, അങ്ങനെ ഇനി ഒരു സ്പെൻഡിങ് ടൈം ഒരുപാട് ഓവർ ആക്കാണ്ട് മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ എങ്ങനെ നിങ്ങൾക്ക് ആ പ്രിപ്പറേഷനിലേക്ക് എത്താമെന്നുള്ളൊരു കാര്യം ചിന്തിക്കുക. അത്രയും എന്ത് ചെയ്യുക? അത്രയും ഹാർഡായിട്ട് വർക്ക് ചെയ്യണമെന്നല്ല, അത്രയും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. അല്ലാതെ ഊണും ഉറക്കോ ഇല്ലാണ്ട് നിങ്ങൾ വർക്ക് ചെയ്യണമെന്നുള്ളൊരു കാര്യമേ അല്ല പറയുന്നത്. മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇട്ട് സ്മാർട്ടായിട്ട് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. എങ്ങനെയൊക്കെ എഴുതി പഠിച്ചാൽ നിങ്ങൾ വിജയിക്കും, ഏതൊക്കെയാണ് നിങ്ങളുടെ സെക്ഷൻസ്, ഏതൊക്കെ സെക്ഷനിൽ നിങ്ങൾ സ്കോർ ചെയ്ത് അങ്ങനെ മാർക്ക് ചെയ്യും എന്നുള്ളൊരു മാസ്റ്ററി പ്ലാനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതെന്ത് ചെയ്യും? ബെനിഫിറ്റ് ആകും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്.
ചേഞ്ചിങ് യുവർ സ്റ്റഡി സ്ട്രാറ്റജി അതൊരിക്കലും ചെയ്യരുത്. ഇപ്പം ഞാനിവിടെ വന്നിരുന്ന് പല സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് പറഞ്ഞു തരുമായിരിക്കും, അതെല്ലാം നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണമെന്നുള്ളൊരു കാര്യമല്ല ഒരിക്കലും പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ എത്രയും ഈ ഒരു കാര്യം കൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിട്ടയായ ഒരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ, നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, ഇങ്ങനത്തെ കുറേ സ്റ്റഡി പ്ലാൻസ് എല്ലാം ഇടുമായിരിക്കും. പക്ഷെ അത് നിങ്ങൾ കണ്ട് ഫോളോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാം കൂടെ മിക്സപ്പ് ചെയ്ത് എടുക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ആയിരുന്നു കിട്ടുന്ന ഓരോ കീ പോയിന്റ്സ് എടുത്തിട്ട് ഇങ്ങനെയും കൂടെ ചെയ്താൽ ചിലപ്പോൾ ഞാൻ ബെറ്റർ ആവുമായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് കംപ്ലീറ്റ്ലി നിങ്ങളിപ്പോൾ കംപ്ലീറ്റ്ലി GK പഠിച്ചുകൊണ്ടിരുന്ന ആളാണെങ്കിൽ ഞാൻ വന്നിട്ട് പറഞ്ഞു കംപ്ലീറ്റ്ലി മാത്സ് പഠിക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ എൻ്റെ GK നിർത്തിയിട്ട് മാത്സ് പഠിക്കണം എന്നുള്ളൊരു കാര്യമല്ല. പക്ഷെ നിങ്ങളുടെ ആ ഒരു കീ പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്ത് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവും. ആ ഒരു കാര്യം മാത്രമേ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് ഒരു ചേഞ്ചസും വരുത്തരുത്. ഓക്കെ, ഇപ്പം ബാക്കി എത്ര പേര് ഇപ്പോൾ ടൈം ടേബിൾസ് ഇട്ടാലും ഇപ്പം നിങ്ങൾ നല്ലൊരു രീതിയിലാണ് നിങ്ങളുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുന്നതെങ്കിൽ അത് ഓക്കെയാണ്. ബട്ട് അത് എനഫ് അല്ല എന്ന് തോന്നുന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ബാക്കിയുള്ളവരുടെ പ്ലാൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് പോകാവൂ കേട്ടോ. ഇനി അടുത്ത് ഓവർലോഡിങ് യുവർ സ്റ്റഡി. ഒരിക്കലും ലോഡപ്പ് ചെയ്യരുത് നിങ്ങളുടെ സ്റ്റഡീസിൽ. കാരണം ലാസ്റ്റ് മിനിറ്റ് ഒരു സ്ട്രെസ്സോ ഒന്നും ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം പറയുന്നുള്ളൂ. അല്ലാതെ ഇരുന്ന് നമ്മളിപ്പോൾ ഒരു 2 മണിക്ക് ശേഷവും ഇരുന്ന് പഠിക്കുന്നു, അല്ലെങ്കിൽ 4 മണിക്ക് എണീറ്റിരുന്ന് പഠിക്കുന്നു, ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ബ്രെയിൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. അത് കൃത്യമായിട്ട് ചെയ്താൽ മതി. നിങ്ങൾ എങ്ങനെയൊക്കെ എഴുതി പഠിച്ചാൽ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഞാൻ ഓർത്തിരുന്നാൽ, എങ്ങനെയൊക്കെ ആ ഒരു മെത്തേഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെത്തേഡ്സ്, അതായത് നിങ്ങളിപ്പം നോർമലി എഴുതി പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ കാൽക്കുലേഷൻ സ്പീഡ് ഇല്ലാത്തവരാണെങ്കിൽ ആ കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടാക്കി മെത്തേഡ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സ്റ്റെപ്സിന് മാത്സ് ഒക്കെ ചെയ്യുന്നതിൽ ഒരുപാട് സ്റ്റെപ്സ് ആവുന്നെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ട്രിക്സോ അതിൻ്റെ ഏതെങ്കിലും വേറൊരു മെത്തേഡ് കണ്ടുപിടിച്ച് അതിനെ ഷോർട്ടസ്റ്റ് ആക്കാൻ നോക്കുക. നിങ്ങളുടെ എഴുതി കൂട്ടുന്നതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുക. GK എല്ലാം എടുത്തു വെച്ച് പഠിക്കാണ്ട് ഇത്രയും ഓറിയൻറ്റഡ് ലെവലിൽ എങ്ങനെ പഠിക്കാം, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ടിപ്സാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ എപ്പോഴും ഇരുന്ന് പഠിക്കണം എന്നുള്ളൊരു കാര്യമേ അല്ല പറയണം. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എന്താ നമ്മൾ പറയാനുള്ളത്, ഇനി ഓരോ സബ്ജക്റ്റ് എടുത്തു നോക്കിയാലും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ മാത്സ് ആയിക്കോട്ടെ, റീസണിങ്, ജനറൽ സയൻസ്, GK ആയിക്കോട്ടെ. ഇപ്പം നമ്മൾ GK എന്ന് തുടങ്ങുകയാണെങ്കിൽ GKക്കാണ് ഏറ്റവും വെയിറ്റേജ് കുറവെന്ന് പറയുന്നത്, റെയിൽവേക്ക്. അപ്പോൾ GK നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, മെയിൻ ടോപ്പിക്കുകൾ മാത്രം കവർ ചെയ്യുക. ഏറ്റവും മേജറായിട്ട് നിൽക്കുന്ന ടോപ്പിക്സുകളുണ്ട്, ആ ടോപ്പിക്സ് മാത്രം നിങ്ങൾ കവർ ചെയ്താൽ മതി. അത് ലാസ്റ്റത്തെ ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം എടുത്തിട്ട് ആ ദിവസങ്ങളിൽ മാത്രം GK എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ല GKയിൽ ഒട്ടും നോളജ് ഇല്ലാന്ന് തോന്നുമെങ്കിൽ എപ്പോഴും ഡെയിലി എന്ത് ചെയ്യുക, ഒരു വീഡിയോസോ അല്ലെങ്കിൽ ഓരോ വർക്കൗട്ട്സോ എൻ്റെ ഏതെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഫാക്റ്റോ എടുത്ത് ചെയ്യുക, കവറേജ് ചെയ്യുക. അപ്പോൾ മെയിൻ ടോപ്പിക്സ് മാത്രം കവർ ചെയ്താൽ മതി. നമുക്കറിയാമല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഈ പറയുന്ന പോലെ അപ്പോയിൻമെൻറ്റ്സ് ആയിക്കോട്ടെ, അവാർഡ്സ് ആയിക്കോട്ടെ, മിനിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, സ്കീംസ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം പഠിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് മതി എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. അല്ലാതെ ഓവറായിട്ട് പഠിച്ചിട്ട് അതും ഇല്ല ഇതും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കരുത്. GKക്ക് വെയിറ്റേജ് കുറവായതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത് ജനറൽ സയൻസിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പം ജനറൽ സയൻസ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ബുക്സ് ഏതാണ്? ലൂസൻറ്റിൻ്റെ ബുക്ക് പറയാറുണ്ട്, YCTയുടെ ജനറൽ സയൻസ് പറയാറുണ്ട്. ഇതൊന്നും അല്ല, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാണ് പഠിക്കുന്നതെങ്കിൽ അങ്ങനെ പഠിച്ചിട്ട് എന്തും കൂടെ ചെയ്യുക, റിലേറ്റഡ് ഫാക്റ്റ് മസ്റ്റായിട്ട് നോക്കി പോവുക. അതിൻ്റെ അപ്പുറം ഒരു ഫീൽഡിൽ നിന്ന് ചോദിക്കില്ല. ഇപ്പോൾ ഇവിടെ ഫിസിക്സ് എടുത്തോട്ടെ, കെമിസ്ട്രി എടുത്തോട്ടെ, നമ്മുടെ ബയോളജി എടുത്തോട്ടെ, ഈ ബയോളജിയിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ടോപ്പിക് ഏതാണെന്ന് നിങ്ങൾ അറിയണം. അതുകൊണ്ടാണ് നമുക്ക് ബുക്ക് വേണമെന്ന് പറഞ്ഞത്. ഈവൻ NCERT ആണെങ്കിൽ പോലും മതി നമുക്ക്. NCERTയുടെ ടെസ്റ്റുകൾ നമുക്ക് ഓൺലൈനിൽ തന്നെ അവൈലബിൾ ആയിരിക്കുമല്ലോ, PDFകൾ അവൈലബിൾ ആയിരിക്കുമല്ലോ, +1 +2 പഠിച്ച. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നിങ്ങൾ മോക്ക് ചെയ്തപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ എത്തി, നിങ്ങൾ ജനറൽ സയൻസിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്തു, ആ ക്വസ്റ്റ്യൻ്റെ ഏതാണ് ആ ഒരു ഒറിജിൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒറിജിൻ തേടി നിങ്ങൾ പോകണം. എന്നിട്ട് അതിൻ്റെ നോട്ട്സ് എഴുതി വെച്ച് പഠിക്കണം. ഇനി ലാസ്റ്റ് നിമിഷത്തിൽ എല്ലാം പറ്റുമെന്നല്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അത് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും പറ്റുന്ന ബേസിക് ടോപ്പിക്സുകൾ കവർ ചെയ്യുക. ജനറൽ സയൻസിൽ നിന്ന് എപ്പോഴും വരുന്ന ഒരു ഫീൽഡുകളുണ്ട്, അല്ലാതെ എല്ലാം എടുത്തു വെച്ച് പഠിക്കണമെന്നല്ല. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ടോപ്പിക്സുകൾ മാത്രം എന്ത് ചെയ്യുക, എടുത്ത് പഠിക്കുക. അത് അറിയണമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂ. എന്നിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് പഠിച്ചു പോവുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ റീസണിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ റീസണിങ്ങിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒന്നേ പറയാനുള്ളൂ, സ്പീഡ്.
സ്പീഡ് ശ്രദ്ധിച്ചോണം. നമുക്ക് 1.5 മണിക്കൂർ സമയമുള്ളൂ. ആ 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ചടപടയെന്നാണ് പോകുന്നത്. ആ മണിക്കൂറുകൾ നിങ്ങൾക്ക് ഓരോ മിനിറ്റും വിലപ്പെട്ടതാണെന്ന് കരുതി തന്നെ റീസണിങ് ചെയ്യുക. അതുകൊണ്ട് റീസണിങ് കഴിവതും നമ്മൾ ബുദ്ധിപൂർവ്വം തന്നെ ഉപയോഗിച്ച് പോവുക. ഇപ്പം നമുക്കറിയാമല്ലോ പല പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ പറയുന്ന പോലെ ഫിഗർ സീരീസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കണം. മിറർ ഇമേജ് ഒക്കെ ആണെങ്കിൽ അതെങ്ങനെയാണ് മാറുന്നതെന്നൊക്കെ നല്ല ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, അത് തിരിഞ്ഞ് വരണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താലേ ഉള്ളൂ. ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് ഓരോ സീരീസ് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇങ്ങനെയാണ്, ഇതിൻ്റെ ലോജിക്ക് ഇതാണ് എന്ന് നിങ്ങളുടെ ബ്രെയിൻ തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ ഡിറ്റക്ട് ചെയ്യണം. ആ രീതിയിലേക്ക് നിങ്ങളുടെ റീസണിങ് പ്രാക്ടീസ് പോകണം. അതുകൊണ്ട് റീസണിങ്ങിന് നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുക. റീസണിങ് പ്രാക്ടീസ് ചെയ്യുക, എന്ത് ചെയ്യുക, ഫുൾ മോക്ക് ടെസ്റ്റ് അടിച്ചാൽ മതി. റീസണിങ്ങിൻ്റെ ഫുൾ മോക്ക് ടെസ്റ്റ്, ഈവൻ നമ്മുടെ ഓരോ ടോപ്പിക്സ് ആയിക്കോട്ടെ, സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ ആയിക്കോട്ടെ, നമ്മുടെ സീരീസുകളായിക്കോട്ടെ, ആൽഫബറ്റ് ന്യൂമറിക്കൽ സീരീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിഗർ അനലോഗീസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതെല്ലാം ബ്ലഡ് റിലേഷൻഷിപ്പ്, ഡൈസ്, ക്യൂബ്സ്, ഇതെല്ലാം വരുന്ന എല്ലാം ഫുൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾ അടിച്ചാൽ മതി. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സെറ്റ് ഓഫ് മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാം. അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാർക്കിനേക്കാൾ ഉപരി സ്പീഡും ടൈമും അഡ്ജസ്റ്റ് ചെയ്യാനാണ്. നമ്മൾ എത്ര മിനിറ്റ് കൊടുക്കാവോ, മോർ ദാൻ 20 മിനിറ്റ്സ് ഒരിക്കലും കൊടുക്കരുത്. 20 മിനിറ്റിനകത്ത് നിൽക്കണം. ആ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് മാത്രമേ ഏതിന് കൊടുക്കാവൂ, നമ്മൾ റീസണിങ് കൊടുക്കാവൂ. 1.5 മണിക്കൂറിൽ, 1 മണിക്കൂറിലാണെങ്കിൽ അത്ര പോലും കൊടുക്കരുത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്ത മാത്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്താണ് നമ്മൾ നോക്കേണ്ടത്, കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക. നമ്മൾ പലപ്പോഴും കാൽക്കുലേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് പുറകോട്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മൈൻഡിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ കണ്ട ഉടനെ ആൻസർ പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. ആ ഒരു രീതിയിലേക്ക് വളരാൻ പറ്റും. അപ്പോൾ കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക. പിന്നെ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് അരിത്തമെറ്റിക് പോർഷനാണ്. നമുക്കിപ്പോൾ 30 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ 25 ക്വസ്റ്റ്യൻസും എന്തായിരിക്കും, 30 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 25 ക്വസ്റ്റ്യനും അരിത്തമെറ്റിക് ഫീൽഡിൽ നിന്നായിരിക്കും. 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അഡ്വാൻസിൽ നിന്ന് കയറി വരുന്നത്. ഈവൻ അഡ്വാൻസ് നമ്മൾ വിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും, അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെൻസുറേഷൻ, ജോമെട്രി, ട്രിഗണോമെട്രി, അതുപോലെ തന്നെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന കുറച്ച് സംഭവങ്ങൾ, ഇതെല്ലാം ആയിരിക്കും വരുന്നത്. അതിൽ നമ്മൾ സ്കോർ എടുക്കണം, ഉറപ്പായിട്ടും എടുക്കണം. നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ പറ്റും. പക്ഷേ ഒട്ടും ബേസ് ഇല്ലാത്തവരാണെങ്കിൽ ഇനി അഡ്വാൻസ് പഠിക്കാൻ നിൽക്കരുത്. എപ്പോഴും എന്ത് ചെയ്യുക, അരിത്തമെറ്റിക്കിൽ കിട്ടുന്ന മാർക്ക് അങ്ങ് കംപ്ലീറ്റ്ലി മേടിക്കാൻ ശ്രമിക്കുക. അതിനെന്തേ പറ്റുള്ളൂ, ചാപ്റ്റർ വൈസ് ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്തേ പറ്റുള്ളൂ. ഓരോ ടോപ്പിക്സുകൾ എടുക്കുക, പെർസെൻറ്റേജ് എടുക്കുക, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എടുക്കുക, ആവറേജ് എടുക്കുക, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇതെല്ലാം ഓരോ ഡെയിലി എടുത്തിട്ട് ഓരോന്നിനും എന്ത് ചെയ്യുക, ചാപ്റ്റർ ടെസ്റ്റ് എടുക്കുക. ഓരോ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയെടുക്കുക. അതിൻ്റെ സിമ്പിൾ മെത്തേഡ്സ് കണ്ടുപിടിക്കുക, എങ്ങനെ നോക്കി കണ്ടുപിടിക്കുക എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇങ്ങനെ ചെയ്ത് എന്ത് ചെയ്യുക, സെറ്റായി വരിക. റെയിൽവേ എന്ന് പറയുന്നത് എക്സാംസിന് ഇപ്പം നമുക്ക് അറിയാം, ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വിളിക്കുന്നത്. ഇനി 2025 കലണ്ടർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കൊരു ജോലി എന്ന് പറഞ്ഞാൽ അത്രയും അത്യാവശ്യമാണ്. അതെങ്ങനെ നേടിയെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ സ്മാർട്ടായിട്ടുള്ള വർക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അഡ്വാൻസിൽ എന്ത് ചെയ്യും, ഏകദേശം ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് അത്രേ വരത്തുള്ളൂ. 5 to 6 ക്വസ്റ്റ്യൻസ് ഏകദേശം ട്രിഗ്നോമെട്രി, മെൻസുറേഷനും ജോമെട്രി ആയിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ അത് ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റും. ഏതെങ്കിലും ഒരു അഡ്വാൻസ് പോർഷനെങ്കിലും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കവർ ചെയ്യുക. ഇല്ലെങ്കിൽ അരിത്തമെറ്റിക്കൽ ഫോക്കസ് നേടിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആ ഒരു രീതിയിൽ ഒരു കൃത്യമായ സെറ്റ് ഓഫ് നോളജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നേറാൻ ശ്രമിക്കുക. പല സ്റ്റഡി പ്ലാൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം വെച്ച് നിങ്ങൾക്ക് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് പഠിച്ചു കയറുക. എങ്ങനെയായാലും ഇത്രയും പോർഷൻസ് ഉള്ളതിൽ എങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ടാർഗറ്റിലേക്ക് എത്താവുന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ സെറ്റായിരിക്കണം. അപ്പോൾ ഇനിയും ടൈമുണ്ട്. മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യുക, കൃത്യമായ രീതിയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.